ഇപ്പൊ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഇപ്പോൾ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? മമ്മൂട്ടിയെ ഇത്രയേറെ ആക്ഷേപിച്ച ഒരു അനുഭവം ഒരുപക്ഷെ മമ്മൂക്കയുടെ ജീവിതത്തിൽ പോലും ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. UDF നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭരിക്കാൻ കയറുകയാണ്, അല്ലാതെ ഈ നാടിന് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയൊന്നുമില്ല. സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. NDയുടെ ഭാഗമായത് അവ എന്നെ തെറിയും വിളിച്ചുകൊണ്ട് ഉളുപ്പുണ്ടോടെ നാറി എന്നൊക്കെ ചോദിച്ചു. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. ഞാൻ റിപ്ലൈ കൊടുത്തൊരു ഹഗ് കൊടുത്തു. അവ എന്നെ തെറി വിളിച്ചോട്ടെ, അവ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചോട്ടെ, ഞാനതല്ലാത്തടത്തോളം കാലം എനിക്ക് അവനെ തിരിച്ച് ഹഗ് ചെയ്യാൻ ഞാൻ എന്തിനാ മടിക്കുന്നു? വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. കേരളം ഭരിക്കാൻ UDF ആയിരിക്കും LDF ആയിരിക്കും. അതുകൊണ്ട് ഒരാൾ നിലനിൽപ്പിന് വേണ്ടി കയറുന്നു, ഒരാൾ നാട് കട്ടുപിടിക്കാൻ വേണ്ടി കയറുന്നു. NDA ഭരിക്കട്ടെ എന്ന് ഞാൻ പറയും. ഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല. എന്റെ കർത്താവ്, ഇതിനൊന്നും ഒരു അറുതില്ലയോ? അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും. ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. ഏറ്റവും മൂല്യമുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ ഞാൻ ഇരിക്കും. ഞാനൊരു വലിയ സംഭവം അല്ലേ?